എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വാക്കി ടോക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്താൻ പോണത് എൻ്റെ ഒരു അഡ്വൈസറാണ്, നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്, അതുപോലെ നല്ലൊരു ബ്രദറും കൂടിയാണ്. ഭയങ്കരമായിട്ടുള്ളൊരു ആളെന്നൊന്നും പറയുന്നില്ല, ഞങ്ങളൊരു ഫ്രണ്ട്ലി ടോക്കാണ്. സോ ഞങ്ങൾ സ്ക്രിപ്റ്റഡ് ആണ് അങ്ങനെയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇത് ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്ക് മാത്രമുള്ളൂ. സോ മീറ്റ് മിസ്റ്റർ കിരൺ വിശ്വനാഥൻ. ഇത് എന്ത് ചേർത്ത് വിളിക്കണമെന്നാണ് എനിക്ക് ഇപ്പൊ ഒരു ഡൗട്ട് ഉള്ളത്. അതിപ്പോ സർ ചേർത്ത് വിളിക്കണോ, അതുപോലെ ചേർത്ത് വിളിക്കണോ, അതോ ഗ്രാൻഡ് മാസ്റ്റർ പദവിയുണ്ട് അല്ലെ? അപ്പോ ഇത്ര നാളത്തെ നമ്മുടെ ഒരു എന്താ പറയാ, ഇപ്പോ 2014 മുതൽ നമുക്ക് അറിയാം. അതായത് ഇപ്പോ ലാലേട്ടന്റെ ഫാൻസ് എന്ന രീതിയിൽ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഫേസ്ബുക്കിലൂടെയുള്ള നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പൊ അടുത്താണ് റീസെന്റ് നമ്മളൊരു ഉണ്ണിമൂന്നിന്റെ സിനിമ മാർക്കോയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മള് ഒരുമിച്ച് കണ്ടുമുട്ടിയത്, ഫസ്റ്റ് മീറ്റ് ചെയ്തത്. സോ ഇടയ്ക്ക് ചേട്ടനൊരു ആക്സിഡന്റ് പറ്റി. അപ്പോ അതിനുശേഷമുള്ള ഒരു ലൈഫിലാണ് ഉയർച്ച വന്നത്. തീർച്ചയായിട്ടും. സോ എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതിന് അറിയാൻ ആഗ്രഹമുണ്ട്. ഒരു 2015 മുതലാണ് ഈ രുദ്രാക്ഷത്തേക്ക് തിരിഞ്ഞത്. കൊടുങ്ങല്ലൂര് അമ്പലത്തിന്റെ സെന്ററിൽ നിൽക്കുമ്പോഴാണ് റോഡ് സൈഡിൽ സ്ട്രീറ്റ് വെൻഡേഴ്സിനെ പരിചയപ്പെട്ടു. ഞാൻ ചോദിച്ചു ഇത് എവിടെ നിന്നാ കിട്ടിയെന്ന് വെച്ചു. സോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു രുദ്രാക്ഷം കളക്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ വീക്കെൻഡ് ആകുമ്പോൾ പല അമ്പലങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ക്ഷേത്രം അതുപോലെ ഏതെങ്കിലും വീടുകളിലൊക്കെ ചെന്ന് ചോദിക്കുക അവരടുത്ത് രുദ്രാക്ഷങ്ങളൊന്നും നോക്കാൻ വേണ്ടി തരുമെന്ന് ചോദിക്കുമ്പോൾ അവർ സന്തോഷത്തോടു കൂടി അവർ തരാറുണ്ട്. സോ എനിക്ക് അവരോട് നല്ല അറ്റാച്ച്മെന്റ് ആണ്. കാരണം ഒരു മടിയും കൂടാതെ അവർ രുദ്രാക്ഷം തരാറുണ്ട്. സോ ഗ്രാജുവലി ഇയേഴ്സ് പാസ്സായി. ഒരു 5 കൊല്ലം കഴിഞ്ഞ ശേഷം ഞാൻ ശോഭിത യൂണിവേഴ്സിറ്റി മീററ്റില് ചേർന്നു. കാരണം കേരളത്തിൽ അപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ രുദ്രാക്ഷത്തിന് സ്കോപ്പ് ഇല്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തു. അതിന് ശേഷം പിന്നെ നോർത്ത് ഇന്ത്യയിൽ അപ്ലൈ ചെയ്തു ശോഭിത യൂണിവേഴ്സിറ്റി മീററ്റില്. സോ അവരെന്റെ കളക്ഷൻസും പിന്നെ എന്റെ ഫൈൻഡിങ്സ് എല്ലാം അവർക്ക് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നിയപ്പോ അവിടെ ഗസ്റ്റ് ലെക്ചറായി ചേർന്നോളം പറഞ്ഞു. അത് ശോഭിത യൂണിവേഴ്സിറ്റി. കേരളത്തില് എന്താണ് അവരങ്ങനെ ഹോപ്പില്ല എന്ന് പറയാൻ കാരണം ഇവിടെ ഇതിനൊരു സ്പിരിച്വൽ ഇത് കൂടി ഉണ്ടല്ലോ, സ്പിരിച്വലി കുറച്ച്. അതുകൊണ്ട് പിന്നെ നോർത്തിലാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരുടെയും കയ്യിലും കഴുത്തിൽ നമുക്ക് ഈ രുദ്രാക്ഷം കാണാൻ സാധിക്കും. ഒരു വീടെങ്കിലും ഉണ്ടാവും അവരുടെ കയ്യിൽ. അവർക്ക് കുറച്ചും കൂടി അവയർനെസ് ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ രുദ്രാക്ഷത്തിനെ കുറിച്ച്. സോ ശോഭിത യൂണിവേഴ്സിറ്റി കുറച്ചും കൂടി രുദ്രാക്ഷത്തിനെ ഫോക്കസ് ചെയ്ത് അവരവിടെ ഒരു 4-5 ടീം ഉണ്ട് രുദ്രാക്ഷത്തില്. അവിടേക്കാണ് കേരളത്തിൽ നിന്ന് എന്റെ എൻട്രി. ഒരു കോൺട്രവേഴ്സി പോലും വന്നിരുന്നു, എന്തോ മരങ്ങളില് ശിവന്റെ കണ്ണ് പ്രതിഫലിക്കുന്ന രീതിയിൽ എന്തോ. ശരിക്കും അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ആക്ച്വലി അതിന്റെ ഐസ് ഫ്രം ബോട്ടം ടു ടോപ്പ് വരെ ഉണ്ട് ഈ കണ്ണുകള്. അപ്പൊ നമുക്കത് കറക്റ്റ് ശിവന്റെ കണ്ണുകളായിട്ട് 2 തരത്തിൽ തരംതിരിക്കാം. ഒന്നാമത് സ്പിരിച്വല്, സയന്റിഫിക്കലി. സോ സ്പിരിച്വലി നോക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാന്റെ കണ്ണുകൾ പോലെ കാണാൻ സാധിക്കും. അത്രയ്ക്ക് സയന്റിഫിക്കലി ഒരു സ്റ്റുഡന്റ്, ഒരു പഠിക്കാൻ വരുന്ന സ്റ്റുഡന്റ് ആണെങ്കിലും ഒരു ആകാംക്ഷ ഉണ്ടാവും എന്താണ് മരത്തിൽ നിന്ന്. സോ അതാണ് ഞാൻ പറഞ്ഞത്. അത് പക്ഷേ കമന്റ് ബോക്സിൽ 2 രീതിയിൽ തിരിഞ്ഞു. അറിയാലോ, അത് കേരളമാണ്. അതെ അതിപ്പോ ഇവിടെ ഇപ്പൊ ഈ വീഡിയോയുടെ അടിയിൽ ചിലപ്പോ പോലും കമന്റ്സും കാര്യങ്ങളൊക്കെ വരും. അതായത് ആൾക്കാർ ലിബറൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരു നാടാണ്. അതിപ്പോ നോർത്തിലെ അപേക്ഷിച്ചിട്ട് വേറെ ആയിരിക്കാം, അതിനെ അപേക്ഷിച്ച് കേരളത്തിൽ സൗത്ത് ഇന്ത്യയിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മുടെ കൾച്ചർ ആണെങ്കിലും നമ്മുടെ വേ ഓഫ് തിങ്കിങ് ആണെങ്കിലും ഈവൻ ദോ എല്ലാതും നമ്മൾ ഭയങ്കരമായിട്ട് ഡിഫറെന്റ് ആയിട്ട് സംസാരിച്ചിരിക്കുന്ന ആൾക്കാരും കൂടിയാണ് നമ്മളിപ്പോ. സോ അതാണ് ആ ടോപ്പിക് ഒന്ന് കോൺട്രവേഴ്സി ആയിട്ട്. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളിപ്പോ നിങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൽ ഒന്ന് പോകുമ്പോ ഒന്ന് നോക്കാൻ ഞാൻ പറഞ്ഞു. അപ്പൊ ചില ആൾക്കാരൊക്കെ പറഞ്ഞു ഡോക്ടർ പറഞ്ഞ പോലെ കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞു അവര്. അത് ശരി, ഓക്കെ. പിന്നെ ഞാൻ ഈ അടുത്ത് എന്റെ ഒരു ഫ്രണ്ടാണ് ഇത് ഷെയർ ചെയ്ത് തന്നത്. നമ്മുടെ ഗോകുലല്ല അപ്പു, അവനാണ് ഷെയർ ചെയ്ത് തന്നത്. ഇപ്പോ RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ തൃശ്ശൂർ വെച്ചിട്ട് അമിത്ഷാ അടുത്ത് ഒരു പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു. അത് എന്തായിരുന്നു? അത് ഗ്രാൻഡ് ഹയാത്തിലായിരുന്നു RSSന്റെ 100ാം വാർഷികം. സോ ഞാൻ ജിയോട് ചോദിച്ചു, നമ്മുടെ ഹിന്ദു സനാതന ധർമ്മം, പിന്നെ അത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഒന്ന്, പിന്നെ രണ്ടാമത് ഹിന്ദു ഐക്യം. അതായത് നമ്മളിപ്പോ ഈ ജനറേഷൻ കുറച്ചും കൂടി ഒരു മാറി നിൽക്കുന്നതാണ്. കാരണം പണ്ട് നമുക്കറിയാലോ ഒരു ഫാമിലിയിൽ എല്ലാവരും കൂടി ടേബിളിന് ചുറ്റും ഉണ്ടാവും. ഇപ്പോഴത്തെ ജനറേഷൻ ഫോൺ യൂസ് ചെയ്ത് ഒരു മാറി നിൽക്കണതാണ്. കുറ്റം പറയല്ല, ആസ് യൂഷ്വൽ ആ ഒരു സാഹചര്യത്തിൽ കൂടെ പോണത്. അപ്പൊ അത് ആള് കറക്റ്റ് ക്യാപ്ചർ ചെയ്ത് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാവുന്ന രീതിയിൽ ആളൊരു 45 മിനിറ്റ് ആള് കറക്റ്റ് പറഞ്ഞു തന്നു, മോഹൻ ഭഗവത്. സോ വളരെ ഒരു നല്ലൊരു ടോക്കായിരുന്നു ആള് ചെയ്തത്. അതിപ്പോ ഞാനിത് കൂടുതൽ എടുത്ത് ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പൊളിറ്റിക്സിൽ ഒരു വ്യൂ
ഉണ്ട് എനിക്ക്. അതിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയിലെ ഒരാളും കൂടി ആയതുകൊണ്ടാണ് അമിത്ഷായുടെ അടുത്ത് ചേട്ടൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞപ്പോ, ഇന്നിപ്പോ ചേട്ടൻ പറഞ്ഞ കേസ് ഞാൻ ഗൂഗിള് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോ ചേട്ടനോട് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ചോദിച്ചോ എന്ന് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, ശരി എന്നാ നമുക്കൊന്ന് ചോദിച്ചു നോക്കാന്ന് പറഞ്ഞു. അറിയാനുള്ള ഒരു ത്വര. അപ്പൊ അതും കൂടി അങ്ങനെ അറിയായിരുന്നു. ഇനിയിപ്പോ നമ്മളെ ഇവിടെ കൂടുതൽ ഇങ്ങനെ ഇരുന്നാലേ ശരിയാവില്ല. അപ്പൊ നമ്മുടെ ഷോയുടെ പേരെന്നെ വാക്കി ടോക്കിന്ന, അതായത് ഞാൻ ഉദ്ദേശിച്ചത് നടന്ന് നമുക്ക് സംസാരിക്കാം. അപ്പോഴേക്ക് ഇരുന്ന് രീതിയിലുള്ള സംസാരമാണല്ലോ. വേണ്ട, ഈ അതിന്റെ ബേസ് ചെയ്തിട്ട് വെറുതെ ട്രോൾ കിട്ടുന്നല്ലോ. സോ ഈ പവർ ബാങ്ക് എടുത്ത് കാറിൽ വെച്ച് നമുക്ക് ബാലൻസ് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പൊ അതിനിടയില് കല്യാണം കഴിഞ്ഞു, ചേച്ചി, പിന്നെ കൊച്ച്. ഇപ്പൊ ഇപ്പടുത്തൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടിരുന്നു, എന്താ പറയാ, തലമുറയുടെ കൈമാറ്റം. അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മോൾക്കൊരു രുദ്രാക്ഷം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 3 വയസ്സാണ്, സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പൊ പഠനത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പുള്ളിക്കാരിക്ക് ഒരു ചെറിയൊരു ബ്രേസ്ലെറ്റ് പോലെ ഉണ്ടാക്കി കൊടുത്തു. നെക്സ്റ്റ് തലമുറയും കൂടി അക്സെപ്റ്റ് ചെയ്തു എന്ന് കേട്ടപ്പോ ഒരു സന്തോഷം. പിന്നെ പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് യാത്രകൾ ചെയ്യണമായിരുന്നു. അതായത് നമ്മൾക്കിടയിൽ തന്നെ ഒരു ഇത് ചേട്ടന് വിളിപ്പേരുണ്ടായിരുന്നു, സ്റ്റോം. അതായത് അപ്രിലേറെ സ്റ്റോം ആയിരുന്നു ചേട്ടന്റെ വാഹനം. അത് വെച്ചിട്ട് ചേട്ടൻ ഒരുപാട് സ്ഥലങ്ങളില് കവർ ചെയ്യായിരുന്നു. അത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. വാഹനം ഉള്ളതുകൊണ്ടാണ് എനിക്കിപ്പോ ഈ കേരളം മൊത്തം ഒന്ന് എത്തിപ്പെടാൻ പറ്റിയത്. സ്ഥലങ്ങളിൽ എന്റെ ഒരു കൂടെ ഒരു സപ്പോർട്ടാണ് വാഹനം. യാത്രകളിൽ നിന്ന് എന്താണ് നേടിയത്? അത് അതിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വേണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഓരോ യാത്രകൾ നമ്മൾ നന്നായി പഠിപ്പിക്കും. അപ്പൊ ചേട്ടന് ഇതിലേക്കുള്ള ഒരു മാറ്റം, അതായത് ഇപ്പോ രുദ്രാക്ഷങ്ങളെ തേടിയിട്ടുള്ള ഒരു യാത്രയില് ഈ യാത്രകൾ സഹായിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഓരോ യാത്രകളും നമുക്ക് ഓരോ പുതിയ അറിവുകൾ, പുതിയ സ്ഥലം, പുതിയ ആളുകളെ പരിചയപ്പെടാൻ. കാരണം മെയിൻ ആയിട്ട് ഞാൻ ഈ ശനി ഞായർ കിട്ടുമ്പോഴാണ് യാത്ര ചെയ്യാറ്. ഓരോ സ്ഥലം സ്പോട്ട് ചെയ്യും. കാരണം അറിവുള്ളവർ പറഞ്ഞു തരും, രുദ്രാക്ഷ മരങ്ങളുണ്ട് പറഞ്ഞ് കേരളത്തിന്റെ പല ജില്ലകളിലും യാത്ര ചെയ്ത് പല സ്ഥലത്തും രുദ്രാക്ഷങ്ങൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പോകും, പുതിയ ആൾക്കാരെ പരിചയപ്പെടും. കാരണം ഓരോ ജില്ലയിലും ഓരോ ലാംഗ്വേജ് ആണല്ലോ. തൃശ്ശൂര്, പാലക്കാട്. സോ അവിടെ നിന്ന് അവര് നല്ല രീതിയിൽ അവർ സപ്പോർട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ എന്റെ വാഹനം ഒരു വിധത്തിലും കുറച്ചെങ്കിൽ സപ്പോർട്ടാണ്. സ്റ്റോമുള്ളതുകൊണ്ട് എത്താൻ പറ്റുന്നുണ്ട്. അതെ. നമ്മുടെ ലാലേട്ടനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പാറ എന്തോ, അത് നമ്മുടെ ഇടുക്കിയിൽ ഇതേപോലെ രുദ്രാക്ഷം തപ്പി പോണ സമയത്ത് പെട്ടെന്നൊരു വളവ് തിരിഞ്ഞപ്പോ ഈ പറഞ്ഞ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. വണ്ടി നിർത്തി നോക്കിയപ്പോ നമ്മുടെ ലാലേട്ടൻ റോക്ക്. ലാലേട്ടൻ ഫാനായ ഞാൻ സ്റ്റണ്ടായി. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിലും ആ ഒരു ഇതും കൂടി എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ ഒരു മൊമെന്റ്. പിന്നെ എനിക്കിപ്പോ ഈ അവസരത്തിൽ ഓർമ്മ വരുന്നത്, അപ്പൊ ലാലേട്ടൻ അണ്ണനെ പറ്റി പറഞ്ഞപ്പോഴാണ്. അന്ന് അപ്പോ ഒടിയന്റെ സമയത്താണല്ലോ ആക്സിഡന്റിന്റെ, അത് വെച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാവും. ചേട്ടനും അവിടുത്തെ ചേട്ടന്റെ കൂടിയിട്ട് കാല് വെച്ച് ഞങ്ങൾ എന്തായാലും ഫസ്റ്റ് ഫാൻ ഷോ മിസ് ആക്കാറില്ലേ. ഫ്രാക്ചർ സമയത്ത് അന്ന് ഹർത്താലും കൂടി ആയിരുന്നു. പേപ്പറിൽ ഉണ്ടായിരുന്നു ഒടിയൻ പാൽപാത്രം. പിന്നെ ആ ഒരു ബോർഡ് വെച്ച് ഞങ്ങൾ പോയി. നല്ലൊരു ഓർമ്മകളാണ്. അതെ, ഇവിടെ തന്നെ ഇപ്പൊ ആ ഒടിയനെ ബേസ് ചെയ്തിട്ട് സംസാരിച്ചത് കൊണ്ടാണ്. ഇവിടുത്തെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ ഞാൻ ആ സമയത്ത് മൂല ഫെൻസിൽ ഉണ്ടായിരുന്നു. സോ എനിക്കിപ്പോ ഇവിടത്തെ ആണെങ്കിലും എന്താ പറയാ, പാർട്ടിപരമായിട്ടുള്ള കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ആയിരുന്നു അന്ന് ഹർത്താലായിരുന്നത്. അപ്പോ ഇവിടുത്തെ തന്നെ വലിയൊരു നേതാവിന്റെ അടുത്ത് എനിക്ക് ഡയറക്റ്റ് ഫോണിൽ സംസാരിക്കാനും അതിനുള്ളൊരു ഇട ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ തന്നെ എല്ലാവരും വിളിച്ചു ചോദിച്ചിരുന്നു എന്തായിരുന്നു, എങ്ങനെയാണ്. ഇപ്പൊ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നുള്ളത്. സോ ഇവിടുത്തെ ഒരു വലിയൊരു നേതാവിന്റെ അടുത്ത് തന്നെ നമ്മള് വിളിച്ച് സംസാരിച്ച് അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുത്ത് ഇവിടുത്തെ ആൾക്കാർക്ക് ഒന്നും ഗൈഡൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സിനിമ അതങ്ങനെ പ്രശ്നം ഉണ്ടാവില്ലെന്ന്. അതൊക്കെ ഒരു ഓർമ്മ. 2018 ഡിസംബർ 12 അതൊരു അതെ, ആ സമയത്താണ് ചേട്ടൻ ആക്സിഡന്റും പറ്റിയിട്ടുണ്ടായിരുന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഒരു ഹൈപ്പ് വന്നത്. പെട്ടെന്നൊരു ഹൈപ്പ് കയറി. അതെ, ഇപ്പൊ കുറെ പേര് ഡിപ്രഷൻ അടിച്ചിരുന്നു ആൾക്കാരൊക്കെ എല്ലാവരും ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അവരോടൊക്കെ ആയിട്ട് ചേട്ടൻ ഇപ്പൊ എന്താ ഒരു ഇങ്ങനെ ഒരു ഗിന്നസ് റെക്കോർഡും, അതുപോലെ ഇപ്പൊ ദുബായില് മാഗസീനിലെ കഴിഞ്ഞ മാസത്തില് ദുബായ് മാഗസീൻ അവർ ഇറക്കിയിട്ടുണ്ട്. അതെ, അതിൽ തന്നെ കവർ പിക്ക്, ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിലിന്റെ ഒരു കവർ പിക്കും കൂടി ആയിരുന്നു. ഇനിയിപ്പോ നമ്മള് നടന്ന് ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാക്കണ പോലെ തോന്നുന്നു. പഞ്ചായത്തുകാര് പ്രശ്നം ഉണ്ടാക്കണം. ഇവിടെ അടുത്തൊരു പാടുണ്ട്, പിന്നെ അങ്ങോട്ട് പോവാന്നുള്ള പരിപാടി നോക്കാം. പടിഞ്ഞാട്ടുമുറി, വരന്തരവള്ളി പടിഞ്ഞാട്ടുമുറി പാടം, ഗ്രീനറി. അതെ. ഇപ്പോ ഇവിടൊക്കെ പ്രളയത്തിന്റെ സമയത്ത് നല്ല പ്രളയമായിരുന്നു. സീനൊക്കെ ഭയങ്കര വയലുകളും എല്ലാം. അതെ. ഇപ്പോ കുറച്ച് പാടങ്ങളും വയലുകളും ഒക്കെ ഉള്ളു നമ്മുടെ അവിടെ ഇപ്പോ. പക്ഷെ ഉള്ള ലാൻഡ്സ്കേപ്സ് ആണെങ്കിലും അതുപോലെ എന്താ പറയാ, നല്ലൊരു അടിപൊളിയാണ്.
സോ കൂടുതലും ഞാൻ നമ്മുടെ ഈ ചാറ്റ് ഷോയിലേക്ക് നമ്മുടെ നാട്, നമ്മുടെ തൃശ്ശൂർ ജില്ലയില് ഉള്ള ഒരുവിധം നാടുകളും നമ്മുടെ നാടുകളും അങ്ങനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പൊ സംസാരിക്കാനാണെങ്കിലും അതുപോലെ കൊണ്ടുപോകുന്നത് അതിനു വേണ്ടിയിട്ടാണ്. പിന്നെ അറിയപ്പെടാണ്ട് കിടക്കണ കുറെ പേരുകളുണ്ട്. ഇപ്പൊ ഇന്നലെ ഞാനൊരു എന്താ പറയാ വയനാടുള്ള ഒരു ഫുട്ബോൾ പ്ലെയർ ഉണ്ടായിരുന്നു, ഫ്രീലാൻസർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ കുറെ പേര് നല്ല സ്കില്ലുകളുള്ള ആൾക്കാരുണ്ട്. സോ അവരൊക്കെ ഇതിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കുറച്ചുകൂടി മോട്ടിവേറ്റ് ചെയ്ത് എൻകറേജ് ചെയ്തിട്ട് അവരൊരു നല്ല ഇതിലേക്ക് എത്താനായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ആയാലും സപ്പോർട്ട് ചെയ്യണമെങ്കിലും എന്താണെങ്കിലും നൽകാന്നുള്ള രീതിയിലും കൂടിയാണ്. സോ അപ്പോ ചേട്ടനിപ്പോ ഒരു നല്ലൊരു പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ അതായത് മറ്റുള്ളവർ ചിന്തിക്കുന്നതിനും കൂടുതൽ കഴിഞ്ഞിരിക്കുന്നു. തൃശ്ശൂർ തന്നെ പലർക്കും ചിലപ്പോ ഇതിനെ ബേസ് ചെയ്ത് ചിലപ്പോൾ അറിയില്ലായിരിക്കും. സോ അവരോട് കൂടി വേണ്ടിയിട്ടാണ് ഇരിക്കുന്ന മനുഷ്യൻ. അത് 37 റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അത് ചുമ്മാതല്ല. അതിലെ ഗിന്നസ് റെക്കോർഡ്, അതേപോലെ ഇന്ത്യൻ റെക്കോർഡാണെങ്കിലും ഒരുപാട് നേട്ടങ്ങളൊക്കെ കൈവരിച്ചു ചേട്ടൻ. അപ്പൊ എന്താ പറയാ, ആധികാരികമായിട്ട് മലയാളത്തിൽ അത്ര വിദഗ്ധൻ അങ്ങനെ ഞാൻ അതില് കുറച്ച് വീക്കാണ്. സോ വാക്കുകളൊക്കെ വെള്ളി വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അങ്ങനെ വെള്ളി വീഴാണെങ്കിൽ ഉദയ കട്ടി തോട്ടപ്പോ അത് കുഴപ്പമൊന്നുമില്ല. അപ്പോ ഇങ്ങനെ നല്ല അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഒരു ഇതില് ഒരു ബേസ് അങ്ങനത്തെ ഒരു ചേട്ടൻ ബാലൻസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഇങ്ങനെ വളർന്നു വരുന്ന തലമുറയുടെ അടുത്താണെങ്കിലും ഇപ്പോൾ ഡിപ്രഷനും അത് ഇതൊക്കെ ആയിട്ടിരിക്കുന്ന കുറേ പിള്ളേരുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ചേട്ടനെ തന്നെ ആ ഒരു ആക്സിഡന്റിന്റെ സമയത്താണെങ്കിൽ ഒരുപാട് വിഷമങ്ങളും അതുപോലെ ഒരുപാട് ഇപ്പോൾ നമുക്കാണെങ്കിൽ ബോഡി ഷെയ്മിങ്ങും കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആൾക്കാരാണ് നമ്മൾ. ഇപ്പോൾ ഈ 90s പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിനായിട്ട് ജീവിക്കാറുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ചേട്ടനിപ്പോൾ വളർന്നു വരുന്ന തലമുറയുടെ അടുത്താണെങ്കിലും ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്താണെങ്കിലും ഡിപ്രഷനൊക്കെ പിടിച്ചിരിക്കുന്ന ആൾക്കാരുടെ അടുത്താണെങ്കിലും ചേട്ടനിപ്പോൾ എന്താ കാര്യങ്ങളൊക്കെ അതിൻ്റെ നരക്കി വെക്കും. എവരിത്തിങ് വിൽ ഹാപ്പൺ അതിൽ പറയണ പോലെ തന്നെ. പിന്നീട് ഇനി എന്താണ് ചേട്ടൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ഇനിയിപ്പോൾ ഈ റെക്കോർഡുകൾ ഇനി വരികയാണെങ്കിൽ അത് ഓൾമോസ്റ്റ് ഫീച്ചായി. സോ ഇനി എന്താണ് കൂടുതലും ചേട്ടൻ്റെ മോട്ടീവ്? ഇനി എന്താണ് അതെ ഇപ്പൊ ഇപ്പൊ ഒന്നുകൊണ്ടും എല്ലാതും കൊണ്ടും നല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ സാധ്യതകൾ ഇങ്ങനെ അനന്തമായിട്ട് തുറന്നു കിടക്കാം. സോ അപ്പൊ അതിന് ബേസ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യുന്നതാണെങ്കിലും ഇപ്പൊ പേപ്പർലെസ് ആണെങ്കിൽ കൂടുതലും ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പൊ സോ ഒരുപാട് മരങ്ങളുടെ ഇതിലൊക്കെ യൂസ് കുറച്ച് നമുക്ക് അതെ 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 ഓക്കെ അത് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ 3-4 മണിക്കൂറുകൾ അതുപോലെ ആഴ്ചകളും മാസങ്ങളും ഒക്കെ ഇരിക്കുന്ന ആൾക്കാർക്കും ജസ്റ്റ് ഇപ്പോൾ അത് ഷോർട്ട് ടൈം പീരീഡിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഗൂഗിൾ ജെമിനി ആണെങ്കിലും ഗൂഗിളിൻ്റെ തന്നെ ഫ്ലോ, അതുപോലെ എന്താ പറയുക ChatGPT, ജെമി അങ്ങനെ അതെ അത് വലിയ കാര്യം തന്നെയാണ്. ഇപ്പോൾ ആർക്കും എന്ത് ഡൗട്ട് വരാണെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് ജെമിനിയിൽ ചോദിക്കുകയാണെങ്കിൽ ആൻസർ കിട്ടി. സോ അതൊരു വലിയ ഒരു സംഭവമാണ് ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് തുറന്നിരിക്കുന്ന. ഞാൻ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയുള്ള ഒരുത്തനായിരുന്നു.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം. അതായത് ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ധനഞ്ജയ്. അപ്പോൾ അവൻ എന്താ പറയുക ഇറ്റലിക്ക് പോവായിരുന്നു. സോ ബാംഗ്ലൂര് എയർപോർട്ടിൽ അവനെ കൊണ്ടാക്കി കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് അവൻ്റെ ഒരു ബാക്കപ്പ് സ്റ്റോറി പോലെ ഒരു വീഡിയോ എടുക്കാന്നുള്ള രീതിയിൽ ആ വീഡിയോനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ കുറേ നേരം ഇരുന്നു അവിടെ ഇരുന്നപ്പോഴാണ് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ മാറി ചിന്തിച്ചുകൂടാ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അതുപോലെ കുറേ പ്ലാറ്റ്ഫോംസ് ജസ്റ്റ് ഒന്ന് കയറിപ്പോയി. അപ്പോൾ അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത് മാറി വന്ന കുറച്ച് മാറ്റങ്ങളാണ് ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഇതിൽ. അപ്പോൾ കുറച്ച് റീച്ചും കൂടി അതുപോലെ വ്യൂസ് ആണെങ്കിലും വന്ന് മാറ്റങ്ങൾ വന്നു. അതെ, അപ്പോൾ അതിൻ്റെയൊക്കെ ഇത് രീതിയിൽ അതിൻ്റെ ഒരു ചെറിയൊരു ബാക്കപ്പ് സ്റ്റോറി പോലെ അല്ല. അതുപോലെ തന്നെ ഈ എന്താ പറയുക ഈ ഉണ്ടായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളും ഇപ്പോൾ എനിക്കുണ്ടായ ചെറിയ മാറ്റങ്ങളാണെങ്കിലും പോലും അപ്പോൾ ചേട്ടനുണ്ടായ കുറേ മാറ്റങ്ങളാണെങ്കിലും എല്ലാതും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു കാര്യം എല്ലാവരിലേക്ക് ഇങ്ങനെ ഷെയർ ചെയ്തെത്തിക്കാനും അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു കണ്ടന്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. അതെല്ലാം നല്ലൊരു മാറ്റമാണ്. കാരണം ഞാനും കുറച്ച് ഫോളോ ചെയ്തപ്പോൾ എനിക്കും അത് പഠിച്ചാൽ കൊള്ളാമെന്നൊരു. അത് ശരിയാണ്. അതെ, അപ്പോൾ ഓണത്തിന് വരുമ്പോൾ സമയത്ത് കുറച്ച് ട്രഡീഷണൽ ആവാം. അപ്പോൾ പാർട്ട് 2